+2 Computer Application Chapter 1 Review of C++ Programming. Next topic, while statement. While statement. The while loop is an entry controlled loop. The condition is checked first. If it is true, the loop will be executed. വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഫോർ ലൂപ്പും എൻട്രി കൺട്രോൾഡ് ലൂപ്പായിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യൂ. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. സിൻറ്റാക്സ് ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുക വൈൽ, അതിനകത്ത് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എഴുതുക. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. വേരിയബിളിനെ എന്ത് ചെയ്യുക? അപ്ഡേറ്റ്, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ചെയ്യുക. ഫോർ ലൂപ്പിനകത്ത് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതിയിരിക്കുകയായിരുന്നു. ഫോർ ഇനിഷ്യലൈസേഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ബോഡി ഓഫ് ദ ലൂപ്പ് എഴുതിയത്. വൈലിനകത്ത് ആദ്യം വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് വൈൽ എന്ന് പറയുന്ന കീവേഡ്, അതിനകത്ത് ബ്രാക്കറ്റിനകത്താണ് എന്ത് എഴുതുന്നത്? കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എഴുതുന്നത്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യും? ബ്രേസിനകത്തുള്ള ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതായത് ഇൻക്രിമെൻറ്റേഷൻ ഓർ ഡിക്രിമെൻറ്റേഷൻ. എക്സാമ്പിൾ, പ്രോഗ്രാം ടു പ്രിൻറ്റ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. നമ്മുടെ ഫോർ ലൂപ്പിൽ ഇതേ സെയിം പ്രോഗ്രാം, ആദ്യത്തെ 10 നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഫോർ ഉപയോഗിച്ച് എഴുതും. ഇതിനെ എങ്ങനെ എഴുതി? വൈൽ ഉപയോഗിച്ച് എഴുതുന്നു. ഹാഷ് ഇൻക്ലൂഡ് ഐഒസ്ട്രീം ഫംഗ്ഷൻ ഹെഡർ എഴുതി, ഇൻറ്റ് മെയിൻ ഫംഗ്ഷൻ എഴുതി, ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റ് ഐ എന്ന് പറയുന്ന വേരിയബിളിനെ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. ഫോർ ലൂപ്പായാലും വൈൽ ലൂപ്പായാലും നമുക്കൊരു വേരിയബിൾ വേണം. ആ വേരിയബിളിനെയാണ് നമ്മൾ എന്തെന്ന് എടുത്തത്? ഐ എന്നെടുത്ത്. ഐയുടെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പാണ്. വൈൽ ലൂപ്പിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യം ഇനിഷ്യലൈസേഷൻ ഓഫ് എ വേരിയബിളായി ഐയെ ഇനിഷ്യൽ ചെയ്യണം. ഐ ഈക്വൽ ടു എത്ര എന്ന് കൊടുത്തു? 1 എന്ന് ഇനിഷ്യൽ ചെയ്തു. അത് കഴിഞ്ഞ് സിൻറ്റാക്സ് വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ വൈൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷനാണ്. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. വീണ്ടും വൈലിൻ്റെ സിൻറ്റാക്സ് ലൂപ്പ് ബോഡി അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഔട്ട് ഐയെ പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 തുടങ്ങുന്നത്. എവിടം വരെ വരണം? 10 വരെ വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എടുത്ത അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇൻക്രിമെൻറ്റേഷനാണ്. ഐ ഈക്വൽ ടു i+1 അല്ലെങ്കിൽ i++. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഐ ഈക്വൽ ടു 1 ആണ്. വൈലിൻ്റെ അടുത്ത് വന്ന് കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. 10നേക്കാളും ചെറുതാണ് 1. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരൂ? ബോഡി ഓഫ് ദ ലൂപ്പിലോട്ട് വരും. ഇവിടെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ബോഡി ഓഫ് ദ ലൂപ്പിൽ വന്ന് എന്ത് എഴുതിയിരിക്കുന്നത്? സി ഔട്ട് ഐയെ പ്രിൻറ്റ് ചെയ്യാൻ എഴുതിയിരിക്കും. അപ്പോൾ ഐയെ പ്രിൻറ്റ് ചെയ്യും. ഐയുടെ വില എത്രയാണ്? 1. ദെൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ഈക്വൽ ടു i+1 എന്ന് പറഞ്ഞാൽ 1 + 1 എത്രയായി? 2i. ഐയുടെ വില 2i. വീണ്ടും വൈൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് നോക്കുന്നതാണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിൽ വന്ന് സി ഔട്ട് പ്രിൻറ്റ് ചെയ്യുക. എത്രയായി? 2 പ്രിൻറ്റ് ചെയ്യുക. ഐ ഈക്വൽ ടു i+1. ഐയുടെ വില 3i. വീണ്ടും ഇങ്ങനെ ഇവിടെ വരെ ചെയ്തുകൊണ്ടിരിക്കും. 10 വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആയതുകൊണ്ട് 10 വരെ 1 മുതൽ 10 വരെയുള്ള നമ്പറിനെ എന്ത് ചെയ്യും? പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ വൈൽ ലൂപ്പിനെയും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? ബോഡി ഓഫ് ദ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഇതിനെ എന്തെന്നറിയപ്പെടും? എൻട്രി കൺട്രോൾഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് അറിയപ്പെടും. ഡു വൈൽ ലൂപ്പ്. ദ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് ബിഫോർ ദ എക്സ്പ്രഷൻ ഈസ് ടെസ്റ്റഡ്. ഡു വൈൽ ലൂപ്പിനെ നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാൻ കാരണം നമ്മൾ ഫോറിനെയും വൈലിനെയും എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്നാണ് പറയുന്നത്. എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയാൻ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? ബോഡി ഓഫ് ദ ലൂപ്പിനെ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഡു വൈൽ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടീഷൻ ഇപ്പോൾ ട്രൂ ആയാലും ഫോൾസ് ആയാലും ഒരു പ്രാവശ്യം ആ സ്റ്റേറ്റ്മെൻറ്റിനെ എന്ത് ചെയ്യും? ഇതങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ടാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡു വൈൽ ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ബിക്കോസ് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഒരു തവണ എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി എന്ത് പറയുന്നത്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. നോക്കിക്കേ, സിൻറ്റാക്സ്
ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, വൈലിൻ്റെ കണക്ക് തന്നെ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്തു. ഡു ബ്രേസ് ഓപ്പൺ ചെയ്തു. അവിടെ എന്താണ്? ബോഡി ഓഫ് ദ ലൂപ്പ്. ഇവിടെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. എന്നിട്ട് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നു. ബ്രേസ് ക്ലോസ് ചെയ്ത് അവിടെ തന്നെ വൈൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്താണ്? കണ്ടീഷൻ. എന്തുകൊണ്ട്? സെമിക്കോളനും ഉണ്ട്. അപ്പം ഒരു ലൂപ്പ് വേരിയബിൾ ഐ എന്നാണെങ്കിൽ ഐയെ ഇനിഷ്യലൈസ് ചെയ്യുന്ന എവിടെയാണ്? ഇൻറ്റ് ഐ എന്ന് ഇനിഷ്യലൈസ് ചെയ്ത് സെമിക്കോളൻ, അത് കഴിഞ്ഞ് ഡു എഴുതും. എന്നിട്ട് ബ്രേസിനകത്ത് നേരത്തെയുള്ള പ്രോഗ്രാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്തെഴുതാം? ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞാൽ സി ഔട്ട് ഐ എന്ന് കൊടുക്കാം. അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഐ ഈക്വൽ ടു i+1 എന്ന് കൊടുക്കാം. ബ്രേസ് ക്ലോസ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ വൈൽ, ഇവിടെയാണ് കണ്ടീഷൻ എഴുതുന്നത്. നമ്മൾ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ പ്രിൻറ്റ് ചെയ്യാനാണെങ്കിൽ വൈൽ എക്സ്പ്രഷൻ എന്നുള്ളടത്ത് എന്ത് എഴുതാം? ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് എഴുതാം. ഇപ്പോൾ ഡു വൈൽ എന്താണ്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഡു വൈൽ ആൻഡ് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ്. ഡു വൈൽ ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, വൈൽ ലൂപ്പ് ദ കണ്ടീഷൻ ഈസ് ടെസ്റ്റഡ് ആൻഡ് ദ ബോഡി ഗെറ്റ്സ് എക്സിക്യൂട്ടഡ്. വൈൽ ലൂപ്പിലെ ഫസ്റ്റ്, അതായത് എൻട്രി കൺട്രോൾഡ് ലൂപ്പിൽ ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോകൂ? സ്റ്റേറ്റ്മെൻറ്റ്സിലോട്ടും, അതായത് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. വെറസ് ഇൻ ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത, കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൂപ്പ്. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന ആ ലൂപ്പിൻ്റെ അവസാനമായിട്ടാണ്. ദ ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺ ടൈം ഈവൻ ഇഫ് ദ കണ്ടീഷൻ ഈസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ പോലും എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഒരു വട്ടം ഏത് എക്സിക്യൂട്ട് ചെയ്യും? ഡു വൈൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് അവസാനമാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൽ ഫോറും വൈലും എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. ഇവിടെ കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? ബോഡി എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. ഡു വൈൽ ലൂപ്പിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലാസ്റ്റിലാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിലും ഫോൾസ് ആണെങ്കിലും ഡു വൈൽ ലൂപ്പിൽ ആദ്യം എന്ത് ചെയ്യും? ഒരു തവണ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ലാസ്റ്റാണ് എന്ത് ചെയ്യുന്നത്? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. നെസ്റ്റഡ് ലൂപ്പ്. എ ലൂപ്പ് പ്ലേസ്ഡ് inside another loop is called a nested loop, and the process of placing a loop inside another loop is called nesting. In a nested loop, the inner loop will be executed as long as the condition in the outer loop is true. നോക്കിക്കേ, നെസ്റ്റഡ് ലൂപ്പ്. നമ്മൾ നെസ്റ്റഡ് ഇഫ് പഠിച്ചിട്ടുണ്ട്. നെസ്റ്റഡ് ഇഫ് എന്താണ്? ഒരു ഇഫിനകത്ത് വേറൊരു ഇഫ് യൂസ് ചെയ്യുന്നതിനാണ് അതെന്ന് പറയുന്നത് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അപ്പം നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോസസ് ഓഫ് പ്ലേസിങ് എ ലൂപ്പ് ഇൻസൈഡ് അനദർ ലൂപ്പ്, ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ്, അതിനെ എന്തെന്ന് പറയും? നെസ്റ്റിംഗ് എന്ന് പറയും. നോക്കിക്കേ, ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന്. എക്സാമ്പിൾ നോക്കിക്കേ, ഫോർ ഐ ഈക്വൽ ടു 1 ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു i++. ഇതൊരു ലൂപ്പാണല്ലേ, ഐയുടെ ലൂപ്പ്. അത് ഔട്ടർ ലൂപ്പ്, പുറമേ ഉള്ള ലൂപ്പ്. ബ്രേസ് ഇട്ടിട്ട് ഫോർ ജെ ഈക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 j++ ജെ എന്ന് പറയുന്ന വേറൊരു ലൂപ്പ് ഉണ്ട്. അതെന്താണ്? ഇന്നർ ലൂപ്പ് എന്നും അറിയപ്പെടും. ബ്രേസ് ഇട്ടിട്ട് സി ഔട്ട് എന്തുണ്ട്? ഐയും ജെയെയും പ്രിൻറ്റ് ചെയ്യാനും ഉണ്ട്. അപ്പോൾ ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് യൂസ് ചെയ്യുന്നതിന് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയും. ഇപ്പോൾ ഈ ഐയുടെ ലൂപ്പ്, വേരിയബിൾ ഐ വെച്ച് എഴുതിയിരിക്കുന്ന ഫോർ ലൂപ്പിനെ നമ്മൾ ഔട്ടർ ലൂപ്പ് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ജെ എന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ലൂപ്പിനെ നമ്മൾ എന്തെന്ന് പറയും? ഇന്നർ ലൂപ്പ് എന്നും പറയും. ഇതിൻ്റെ വർക്കിംഗ് നോക്കിയാൽ ഫോർ ഐ ഈക്വൽ ടു 1, ഐയുടെ വില 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 കറക്റ്റ് ആണല്ലേ. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയാൽ എങ്ങനെ വരും? നെക്സ്റ്റ് അകത്തോട്ട് കൺട്രോൾ അകമേ വരും. അകമേ വന്നിട്ട് ഏത് വരും? ഫോർ ജെ ഈക്വൽ ടു 1 ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ജെയുടെ വില 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ശരിയല്ലേ? അപ്പോൾ അത് ശരിയാണെങ്കിൽ ഏതിനെ എക്സിക്യൂട്ട് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യുക. അതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഔട്ട് ഐയുടെ വില ജെയുടെ വില. ഐയുടെ വില ഇപ്പോൾ എത്രയാണ്? 1. ജെയുടെ വില എത്രയാണ്? 1 അല്ലേ? അത് രണ്ടും പ്രിൻറ്റ് ചെയ്യും. വീണ്ടും എങ്ങോട്ടാണ് ഇത് പോകുന്നത്? j++, ജെയുടെ വില ഇപ്പോൾ എത്രയായി? 2 ആയി. അപ്പോൾ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ശരിയാണ്. അപ്പോൾ വീണ്ടും ഏത് പ്രിൻറ്റ് ചെയ്യും? സി ഔട്ട് ഐയുടെ വില ഇപ്പോഴും എന്ത് തന്നെയാണ്? 1 ആണ്. ജെയുടെ വില എത്ര ആയി?
2i. അപ്പോൾ ഇവിടെ എന്ത് വരും? പ്രിൻറ്റ് ചെയ്യുമ്പോൾ 1 and 2 വരും. വീണ്ടും ജെ പ്ലസ് പ്ലസ്, ജെയുടെ വില 3i. 3 ലെസ് താൻ ഓർ ഈക്വൽ ടു 3 ആണ്. ഈക്വൽ ടു ഉണ്ടായിട്ട് 3 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വന്നിട്ട് പ്രിൻറ്റ് ചെയ്യും. സി ഔട്ട് ഐയുടെ വില ഇപ്പോഴും 1 തന്നെ. ജെയുടെ വില എത്രയായി? 3 ആയി. അപ്പോൾ ഇന്നർ ലൂപ്പിലെ എല്ലാ ട്രൂ കേസും എന്ത് ചെയ്യും? എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോൾ ഇനി ജയിക്കാത്തുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് വീണ്ടും എവിടെ പോയി? നമ്മുടെ ഐയുടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ഐ പ്ലസ് പ്ലസ്, ഐയുടെ വില 1 ആയിരുന്നു. അപ്പോൾ ഐ പ്ലസ് പ്ലസ് ആയപ്പോൾ ഐയുടെ വില എത്രയായി? 2 ആയി. 2 ലെസ് താൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? കറക്റ്റ് അല്ലേ? ആണ്. അപ്പോൾ എന്ത് ചെയ്യും? പിന്നെ 2നെ പ്രിൻറ്റ് ചെയ്യും. 2, ഐയുടെ വില 2 ആയി. 2 and 1, 2 and 2, 2 and 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഒരു ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. പുറമേയുള്ള ലൂപ്പിനെ ഔട്ടർ ലൂപ്പ് എന്ന് പറയും. ഇതിനകത്തുള്ള ലൂപ്പിനെ ഇന്നർ ലൂപ്പ് എന്ന് പറയും. ഔട്ടർ ലൂപ്പിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് വരും? ഇന്നർ ലൂപ്പിൽ വരും. ഇന്നർ ലൂപ്പിലെ എല്ലാ കണ്ടീഷൻ ട്രൂ ആയിട്ടുള്ള എല്ലാ കണ്ടീഷനും ചെയ്തതിന് ശേഷമേ വീണ്ടും ഇത് എവിടെ വരും? ഔട്ടർ ലൂപ്പിൽ വന്നിട്ട് ഔട്ടർ ലൂപ്പിൻ്റെ ബാക്കിയുള്ള ട്രൂ കേസുകൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ യൂസ്ഡ് ടു ജമ്പ് അൺകണ്ടീഷണലി ടു എ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. യാതൊരു കണ്ടീഷനും കൂടാതെ പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എന്ത് പറയുന്നത്? ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. സാധാരണ നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പോൾ സീക്വൻഷ്യലി അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സിക്യൂഷനിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ. 3 എണ്ണം നമ്മൾ CPP പഠിക്കുന്നുണ്ട്. ഒന്നാമത്തെയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവെയർ ഇൻ ദ ഫംഗ്ഷൻ. ഫംഗ്ഷനിൽ പ്രോഗ്രാം കൺട്രോൾ എവിടേക്ക് വേണമെങ്കിലും മാറ്റാൻ ഇതിന് കഴിയും. അപ്പോൾ ദ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് എ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ലേബൽ. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൽ അതിൻ്റെ ഡെസ്റ്റിനേഷൻ മാർക്ക് ചെയ്യുന്നത് ഒരു ലേബലായിട്ടാണ്. മാർക്ക്ഡ് ബൈ എ ലേബൽ. ലേബൽ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ അറിയാം, യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലേബലിൽ ഏതാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സിൻറ്റാക്സ് നോക്കിക്കേ. ഗോ ടു ലേബൽ. ലേബൽ എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിഫയർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലേബൽ എന്ന് പറയുന്നത് പ്രോഗ്രാമിനകത്ത് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിന് മുൻപായിട്ടോ പിൻപായിട്ടോ യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കിക്കേ. ഐ ഈക്വൽ ടു 1 സ്റ്റാർട്ട് എന്ന് പറയുന്നത് ലേബലാണ്. അവിടെ ഒരു കോളൻ ഉണ്ട്. സി ഔട്ട് ഐ പ്ലസ് പ്ലസ് ഇഫ് ഐ ലെസ് ദാൻ 5 ഗോ ടു സ്റ്റാർട്ട്. നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുക. നോക്കിക്കേ. ആദ്യം ഐ ഈക്വൽ ടു എന്താണ്? 1 എന്നാണ്. സ്റ്റാർട്ട് എന്ന് പറയുന്നത് എന്ത് കൊടുത്തിട്ടുണ്ട്? കോളം കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലേബലാണ്. ലേബൽ എന്ന് പറയുന്നത് ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത് എന്ത്? യൂസർ ഡിഫൈൻഡ് വേർഡാണ്. ആർക്ക് ക്രിയേറ്റ് ചെയ്യാം? യൂസറിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിക്കേ. ഐ ഈക്വൽ ടു 1 സി ഔട്ട് സ്റ്റാർട്ട് വന്നിട്ട് ലേബലിൽ അത് വന്നിട്ട് സി ഔട്ട് ഐ. അപ്പോൾ എന്ത് ചെയ്യും? ഐയെ പ്രിൻറ്റ് ചെയ്യും. ഐയുടെ വില എത്ര എന്ന് പ്രിൻറ്റ് ചെയ്തു? 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. ദെൻ ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഐയുടെ വില എത്ര ആയി? ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 എന്ന് അതിൻ്റെ മീനിങ്. 1 എന്നുള്ള ഐയുടെ വില ഇപ്പോൾ എത്രയായി? 2 ആയി. ഇഫ് ഐ ലെസ് ദാൻ 5, ഐയുടെ വില ഇപ്പോൾ എത്ര? 2. 2 ലെസ് ദാൻ 5 ആണല്ലോ? ആണ്. അപ്പോൾ എന്നിട്ട് എങ്ങോട്ട് പോകാനാണ് പറഞ്ഞേക്കുന്നത്? കൺട്രോൾ ഗോ ടു സ്റ്റാർട്ട്. എവിടെ പോകണം? സ്റ്റാർട്ടിൽ വരണം. അപ്പോൾ ഈ സ്റ്റാർട്ടിൽ വന്ന സി ഔട്ട്. ഇപ്പോൾ ഐയുടെ വില എത്ര? 2. അപ്പോൾ എത്രനെ പ്രിൻറ്റ് ചെയ്യും? 2നെ പ്രിൻറ്റ് ചെയ്യും. ആദ്യം 1നെ പ്രിൻറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ ഐയുടെ വില 2 ആണ്. അപ്പോൾ എത്രനെ പ്രിൻറ്റ് ചെയ്യും? 2നെ പ്രിൻറ്റ് ചെയ്യും. വീണ്ടും ഐ പ്ലസ് പ്ലസ്. ഐയുടെ വില എത്രയായി? 3 ആയി. ഇഫ് 3 ലെസ് ദാൻ 5 ആണ് ഗോ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ടിൽ വരാൻ. സ്റ്റാർട്ടിൽ വരുമ്പോൾ എന്തുവാണ്? സി ഔട്ട് ഐ. വീണ്ടും ഐയുടെ വില എത്രയാണ്? 3 ആണ്. 3യെ പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ഐ പ്ലസ് പ്ലസ്. ഐയുടെ വില എത്രയായി? 4 ആയി. ഇഫ് 4 ലെസ് ദാൻ 5, 4 ലെസ് ദാൻ 5 അല്ലേ? അപ്പോൾ വീണ്ടും എന്താ പറഞ്ഞേക്കുന്നത്? ഗോ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ടിൽ വരാൻ. സി ഔട്ട് ഐ. ഐയുടെ വില എത്രയാണ്? 4. 4നെ പ്രിൻറ്റ് ചെയ്തു അല്ലേ? വീണ്ടും ഐ പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഐയുടെ വില എത്രയായി? 5 ആയി. 5 ലെസ് ദാൻ 5 അല്ല അല്ലേ? ഇപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ഒരു പ്രോഗ്രാമിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേർഡാണ് ഏതെന്ന് പറയുന്നത്? ലേബൽ എന്ന് പറയുന്നത്. ഈ ലേബലാണ് ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിച്ചത് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആ ലേബലിൻ്റെ കൂടെ എന്ത് കാണും? കോളൻ കാണും. അങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്? ലേബലാണെന്ന് മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനിലെ പ്രോഗ്രാം കൺട്രോൾ ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകാൻ കഴിയും. എവിടേക്ക് വേണമെങ്കിലും എന്ത് ചെയ്യും? പോകാനായിട്ട് കഴിയും.
അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് എന്തുവാണ്, മാർക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണ്, ഒരു ലേബലായിട്ടാണ്. ലേബലിൻ്റെ പ്രത്യേകത എന്തോ, ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡാണ്, യൂസർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ മനസ്സിലായി കാണുമല്ലോ. i=1 സ്റ്റാർട്ട് കോളൻ എന്ന് പറയുന്നതാണ് എന്തെന്ന്, നമ്മളുടെ ലേബൽ. അതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നത്, CO2 i. ആദ്യം ഐയുടെ വില 1 ആയിരുന്നു, 1നെ പ്രിൻറ്റ് ചെയ്തു. വീണ്ടും ഐയുടെ വില എന്ത് ചെയ്യുന്നു, i++, i ഇൻക്രിമെൻറ്റ് ചെയ്തു 2. ഇപ്പോൾ കണ്ടീഷനിൽ വന്ന് 2<5 ആണ്. അപ്പോൾ ഗോ ടു സ്റ്റാർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. വീണ്ടും എവിടെ വേണം, സ്റ്റാർട്ടിൽ വന്ന് CO2ൻ്റെ വില എത്രയാണ്, വീണ്ടും 2 ആയി. അപ്പോൾ എന്ത് ചെയ്യണം, 2നെ പ്രിൻറ്റ് ചെയ്യണം. i++, വീണ്ടും ഐയുടെ വില എത്രയായി, 3 ആയി. 3<5 ആണ്. എങ്ങോട്ട് പോകാൻ പറയുക, ഗോ ടു സ്റ്റാർട്ട് ചെല്ലുമ്പോൾ എന്തോ CO2 ഐയുടെ വില പ്രിൻറ്റ് ചെയ്യാൻ എത്ര പ്രിൻറ്റ് ചെയ്തു, 3 പ്രിൻറ്റ് ചെയ്തു. വീണ്ടും i++, ഐയുടെ വില എത്രയായി, 4 ആണ്. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, സ്റ്റാർട്ടിൽ പോകാൻ. സ്റ്റാർട്ടിൽ പോയിട്ട് എന്തോ CO2 എന്ത് ചെയ്തേക്കുന്നു, ഐയുടെ വില ഇപ്പോൾ എത്ര പ്രിൻറ്റ് ചെയ്യും, 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. കേട്ടോ. അപ്പോൾ പ്രോഗ്രാം കൺട്രോളിന് ഒരു ഫംഗ്ഷനകത്ത് പ്രോഗ്രാം കൺട്രോളിന് ഒരിടത്തു നിന്ന് വേറെ എവിടത്തേക്കും മാറ്റാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പ്രോഗ്രാമിന് ഇനി താഴോട്ട് വീണ്ടും സ്റ്റെപ്പുകളുണ്ടെങ്കിൽ ആ സ്റ്റെപ്പിലോട്ട് പോകത്തില്ല. ഇത് ഗോ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും എവിടെ തന്നെ ചെല്ലും, സ്റ്റാർട്ടിൽ തന്നെ ചെല്ലും. കേട്ടോ. ഈ പ്രോഗ്രാമിന് ഇങ്ങനെ റിപ്പീറ്റ് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. Break statement. The break statement is used to terminate a loop or switch statement abnormally. That means loop statementനെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ അസാധാരണമായി അവസാനിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്കിൻ്റെ സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് സെമിക്കോളൻ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഫോർ i=1, i<5, i++, cout i, if i=3, ബ്രേക്ക് സെമിക്കോളൻ, cout hello. ഇത് വർക്ക് ചെയ്യുന്നത് ഫോർ i=1, ഐയുടെ വില എത്രയാണ്, 1 1<5 എഴുതിയിരിക്കുന്നത് 1<5 ആണ്. അപ്പം കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. cout i എന്ന് പറഞ്ഞാൽ ഐയുടെ വില എത്ര പ്രിൻറ്റ് ചെയ്യും, 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കും. ഇഫ് i=3, ഐയുടെ വില 1 ആണ്. 1=3 ആണോ, 1 3 ആണോ, അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. തൊട്ട് താഴെയുള്ള cout hello എന്താ പ്രിൻറ്റ് ചെയ്യും, ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. വീണ്ടും എവിടെ വരും, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരും. i++ എന്നുള്ള ഐയുടെ വില ഇപ്പോൾ എത്രയായി, 2 ആയി. 2<5 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എന്തോ ചെയ്യും, ബ്രേസിനകത്ത് വന്ന് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. cout i, ഐയുടെ വില 2 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇഫ് 2=3 ആണോ, അല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് cout എന്ത് പ്രിൻറ്റ് ചെയ്യും, ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. 2 ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. വീണ്ടും i++, ഐയുടെ വില എത്രയായി, 3 ആയി. 3<5 ട്രൂ ആണ് കണ്ടീഷൻ. അപ്പോൾ ഇതിനകത്ത് വരും, ബ്രേസിനകത്ത് വന്ന് സ്റ്റേറ്റ്മെൻറ്റിനെ എക്സിക്യൂട്ട് ചെയ്യും. cout i, ഐയുടെ വില എത്ര എന്ന് പ്രിൻറ്റ് ചെയ്യും, 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇഫ് i=3, ഐയുടെ വില ഇപ്പോൾ എത്രയാണ്, 3 ആണ്. 3=3 ആണോ എന്ന് നോക്കൂ, ആണല്ലേ. അപ്പോൾ എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ എന്താണ്, ട്രൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ബ്രേക്ക്, അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ കൺട്രോൾ കംസ് ഔട്ട് ഓഫ് ദ ലൂപ്പ്. കൺട്രോൾ എവിടെ വരും, ലൂപ്പിന് പുറത്ത് വരും. അതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പാർട്ടിൽ നിന്ന് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. അതിനെ എന്ത് ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതായത് എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ കൺട്രോള് എന്ത് ചെയ്യും, നമ്മുടെ ലൂപ്പിനകത്തുനിന്ന് പുറത്ത് വരികയും റിമൈനിങ് പാർട്ട്, അതായത് റിമൈനിങ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എന്ത് ചെയ്യുകയും ചെയ്യത്തില്ല, എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അതിനകത്ത് നിന്ന് എന്താവും, സ്കിപ്പാവും. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ് ഓർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്ത് ദ ലൂപ്പ് ബോഡി ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഐറ്ററേഷൻ. ദാറ്റ് മീൻസ് ലൂപ്പുകളുടെ സാധാരണ ഒഴുക്കിനെ മറികടന്ന് അടുത്ത ഐറ്ററേഷനിലേക്ക് വഴിതിരിച്ചു വിടാൻ ഉപയോഗിക്കുന്നു. അതായത് ഇപ്പോൾ ലൂപ്പ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഭാഗം നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട, തൊട്ട് ബിഗിനിങ്ങിൽ തന്നെ പോകണം. അങ്ങനെയുള്ളപ്പോഴാണ് നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നത്, കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂവിൻ്റെ സിൻറ്റാക്സ് കണ്ടിന്യൂ സെമിക്കോളൻ. എക്സാമ്പിൾ നോക്കിക്കേ. ഫോർ i=1, നേരത്തെ നമ്മൾ ബ്രേക്കിൽ ഉപയോഗിച്ച അതേ എക്സാമ്പിൾ തന്നെ. ബ്രേക്ക് എന്നുള്ളിടത്ത് ഞാൻ എന്ത് യൂസ് ചെയ്തു, കണ്ടിന്യൂ എന്ന് യൂസ് ചെയ്തു. ഈ പ്രോഗ്രാമിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കിക്കേ. ഫോർ i=1, ഐയുടെ വില എത്രയാണ്, 1 ആണ്. i<5, 1<5 ആണ്. അപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബ്രേസിനകത്ത് വരും, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. cout എന്ത് പ്രിൻറ്റ് ചെയ്യും, ഐയുടെ വില എത്ര എന്ന് പ്രിൻറ്റ് ചെയ്യും, 1 പ്രിൻറ്റ് ചെയ്യും. ഇഫ് i=3, 1=3 അല്ല. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് cout ഹലോ,
അത് ഹലോയെ പ്രിൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ഐ പ്ലസ് പ്ലസ് ഐയുടെ വില 2i, 2<5 ആണ്. ഇപ്പോൾ എക്സ്പ്രഷൻ അല്ലേ, കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ബ്രേസിനകത്ത് വന്ന് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ എക്സിക്യൂട്ട് ചെയ്യും. സി ഔട്ട് ഐയുടെ വില 2 ആണ്. ഇഫ് ഐ ഈക്വൽ ടു 3, 2 ഈക്വൽ ടു 3 അല്ല, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സി ഔട്ട് എന്ത് പ്രിൻറ്റ് ചെയ്യും? ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യും. വീണ്ടും ഐ പ്ലസ് പ്ലസ് ഡോട്ട് വൈയുടെ വില എത്രയായി? 3i. സി ഔട്ട് ഐ ഇപ്പോൾ എത്ര പ്രിൻറ്റ് ചെയ്തു? 3 എന്ന് പ്രിൻറ്റ് ചെയ്തു. ഇഫ് ഐ ഈക്വൽ ടു 3, ഐയുടെ വില എത്രയാണ്? 3 ആണ്. 3 ഈക്വൽ ടു 3 ആണോ? 3 ആണ് അല്ലേ? അപ്പോൾ കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ ഇത് എവിടെ വരുമെന്ന് അറിയാമോ? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ വരും. മുകളിൽ പോകും. ബിഗിനിങ് ഓഫ് ദ ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ വരും. അപ്പോൾ ഐയുടെ വില ഇവിടെ എത്രയായി? 4i. 4<5 ആണ്. അപ്പോൾ സി ഔട്ട് അടുത്ത് എന്താണ്? 4 എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇഫ് ഐ ഈക്വൽ ടു 3 എന്ന് വരും. 4 ഈക്വൽ ടു 3 ആണോ? അല്ല, അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സി ഔട്ട് എന്ത് വരും? ഹലോ. അപ്പോൾ എങ്ങനെയാണ്? 4 ഹലോ എന്ന് വരും. വീണ്ടും ഐയുടെ വില എന്താവും? 5 ആവും. 5<5 അല്ല, അപ്പോൾ ഇവിടെ വരെ ചെയ്യും. 1 ഹലോ, 2 ഹലോ, 3 മാത്രം, 4 ഹലോ അല്ലേ? ഇപ്പോൾ ഇവിടെ 3യുടെ അടുത്ത് ഹലോ എന്നില്ല. അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരുന്നു വരുന്നത്. 1 ഹലോ, 2 ഹലോ, 3, നെക്സ്റ്റ് 4 ഹലോ എന്നാണ്. 3യുടെ അടുത്ത് വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഈ 5 ഈക്വൽ ടു 3 ഈക്വൽ ടു 3 ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തില്ല. ഹലോ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തില്ല. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? കണ്ടിന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂ എന്ന് പറയുമ്പോൾ എവിടെയാണ്? ലൂപ്പിൻ്റെ ബിഗിനിങ്ങിൽ പോകും. ബിഗിനിങ്ങിൽ ചെയ്യുമ്പോൾ എന്തോ ചെയ്യുന്നത്? അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. ഐ പ്ലസ് പ്ലസ് ഐയുടെ വില ഇപ്പോൾ എത്രയായി? 4 ആയി. അപ്പോൾ സി ഔട്ടിൽ എന്ത് ചെയ്തു? 4നെ പ്രിൻറ്റ് ചെയ്തു. ഈ 4 ഈക്വൽ ടു 3 ആണോ? അല്ല, അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്തില്ല. വന്നിട്ട് ഏത് എക്സിക്യൂട്ട് ചെയ്തു? ഏതിനെ പ്രിൻറ്റ് ചെയ്തു? ഹലോയെ പ്രിൻറ്റ് ചെയ്തു. അതാണ് 4 ഹലോ എന്ന് വന്നത്. ഓക്കെ. ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ കമ്പാരിസൺ. നമ്മളിപ്പോൾ ബ്രേക്കും കണ്ടതാണ്, കണ്ടിന്യൂവും കണ്ടതാണ് അല്ലെ? ബ്രേക്ക് എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്വിച്ചിൻ്റെ കൂടെ നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതേപോലെ ലൂപ്പിൻ്റെ കൂടെ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ ആണെങ്കിലോ ലൂപ്പിൽ മാത്രമേ ഏത് യൂസ് ചെയ്യുന്നുള്ളൂ? കണ്ടിന്യൂ യൂസ് ചെയ്യുന്നുള്ളൂ. ബ്രേക്കിൽ നോക്കിക്കേ. ബ്രേക്കിൽ നമ്മൾ കൺട്രോൾ ഔട്ട്സൈഡ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ലൂപ്പ്. ടേക്സ് ദ കൺട്രോൾ എവിടെ വരും? ലൂപ്പിന് പുറത്ത് വരും അല്ലേ? ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ റിമൈനിങ് പാർട്ടിനെ എന്ത് ചെയ്യത്തില്ല? എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അവിടെ നിന്ന് സ്കിപ്പ് ചെയ്യും. കണ്ടിന്യൂ ആണെങ്കിലോ എന്ത് ചെയ്യും? ടേക്സ് ദ കൺട്രോൾ ടു ദ ബിഗിനിങ് ഓഫ് ദ ലൂപ്പ് ബൈ സ്കിപ്പിംഗ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ ബോഡി. കൺട്രോൾ എവിടെ പോകുന്നത്? കണ്ടിന്യൂ എത്തുന്നത് ബിഗിനിങ്ങിലാണ്, ലൂപ്പിൻ്റെ ബിഗിനിങ്ങിലാണ് പോകുന്നത്. ബ്രേക്കിൽ നോക്കിക്കേ. പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ദ ലൂപ്പ് ഈവൻ ദോ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ റിട്ടേൺ ട്രൂ. അതായത് നമ്മൾ കൊടുത്ത എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ ട്രൂ ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്ന? കൺട്രോൾ ലൂപ്പിന് വെളിയിൽ പോകുന്നത്. ബാക്കിയുള്ളതിനെ എന്ത് ചെയ്യാത്തത്? എക്സിക്യൂട്ട് ചെയ്യാത്തത്. കണ്ടിന്യൂ നോക്കിയാൽ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട്സൈഡ് ഉള്ളി വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് ദ ലൂപ്പ് റിട്ടേൺ ഫോൾസ്. റിട്ടേൺ ഫോൾസ് ആകുമ്പോഴാണ് എവിടെ വരുന്നത്? ഔട്ട്സൈഡ് പോകുന്നത്. ഓക്കെ.